വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ബിജോ പനച്ചിക്കൽ. അധികമാർഗം സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒന്നാണ് സംതൃപ്തിയുടെ താക്കോൽ. മിച്ചം വരുന്നവയൊക്കെ സമ്പാദ്യമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അവർക്കിടയിൽ മിച്ചം വരുന്നവയൊക്കെ അധികപ്പറ്റാണെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. നൂലുപൊട്ടിയ പട്ടം പോലെ നിവർത്തിക്കാനുള്ള ആഗ്രഹങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് മനുഷ്യർ. പാഠപുസ്തകത്തിൽ പഠിച്ച നാറാണത്ത് ഭ്രാന്തന്റെ ഒരു കഥയുണ്ട്. ഒരിക്കൽ വരദാനങ്ങളുടെ ദേവത നാറാണത്ത് ഭ്രാന്തന് പ്രത്യക്ഷപ്പെട്ട് എന്താഗ്രഹമുണ്ടെങ്കിലും ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. പകല് മുഴുവൻ ഒരു പാറക്കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റി അത് താഴേക്ക് ഉരുട്ടിവിട്ട് കൈകൊട്ടിച്ചിരിച്ചിരുന്ന നാറാണത്ത് ഭ്രാന്തന് നിവർത്തിക്കാൻ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ധാർഷ്ട്യത്തോടുകൂടി എന്താഗ്രഹം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ പറഞ്ഞ ദേവത ഒടുവിൽ അയാൾക്ക് മുൻപിൽ യാചിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരാഗ്രഹം പറയണം. വരം തരാതെ എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഒടുവിൽ സഹികെട്ട് നാറാണത്ത് ഭ്രാന്തൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഇടതുകാലിലെ മന്ത് ഒന്ന് വലതുകാലിലേക്ക് മാറ്റിത്തരണം. നമ്മളൊക്കെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ആ മനുഷ്യന്റെ ആഗ്രഹം അവിടെ തീർന്നു. നാറാണത്ത് ഭ്രാന്തൻ പഠിപ്പിക്കുന്ന ഫിലോസഫി എന്നും പ്രസക്തമാണ്. കൈ നിറയെ സമ്പാദ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നത്. എന്നാൽ അയാൾ സ്വന്തമായവ കൈവെള്ളയിൽ നിന്ന് ചോർന്നു പോയപ്പോഴും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് ചെയ്തത്. എല്ലാറ്റിലും സംതൃപ്തി കണ്ടെത്തുക എളുപ്പമല്ല. ഇന്ന് വരെ ഒരു മനുഷ്യനും അവൻ്റെ എല്ലാ സങ്കല്പങ്ങൾക്കും ഇണങ്ങിയ ജീവിത പങ്കാളിയെ കിട്ടിയിട്ടില്ല. ഒരാൾക്കും പൂർണ്ണമായ മാനസിക സന്തോഷം നൽകുന്ന ജോലിയോ ചുറ്റുപാടുകളോ ലഭിച്ചിട്ടില്ല. എന്നാൽ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന നിമിഷം അവയൊക്കെ പൂർണ്ണതയുള്ളവയായി മാറും. നിന്റെ തൊപ്പിയിലെ മഞ്ഞ് നിന്റേതാണെന്ന് തോന്നുന്ന നിമിഷം തൊപ്പിക്ക് ഭാരമില്ലാതാകുന്നു എന്നൊരു നിക്കരാഗുവൻ പഴഞ്ചൊല്ലുണ്ട്. ജീവിതത്തോടുള്ള വീക്ഷണവും ഇത്തരത്തിൽ മാറ്റിയെടുക്കാം. ചായ കുടിക്കാൻ പണം ചോദിക്കുന്ന യാചകന് നമ്മൾ 20 രൂപ കൊടുക്കുമ്പോൾ അതിൽ 10 രൂപ മടക്കി തന്ന് ചായ കുടിക്കാൻ ഇത് മതിയെന്ന് പറയുന്ന യാചകൻ നമുക്കെന്തുകൊണ്ടാണ് വിസ്മയമായി അനുഭവപ്പെടുന്നത്? അയാൾക്ക് വേണമെങ്കിൽ അത് നാളേക്കായി മാറ്റിവെക്കാമായിരുന്നു. ദീർഘനാൾ പട്ടിണി കിടന്ന ശേഷം വരി നിന്ന് മേടിച്ച ഭക്ഷണപ്പൊതിയിൽ ഒരു പങ്ക് മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കുന്ന കുട്ടി നമുക്കെന്തുകൊണ്ടാണ് അതിശയമായി അനുഭവപ്പെടുന്നത്? അതൊന്നും അത്ര പരിചിതമായ കാഴ്ചകളല്ലാത്തതുകൊണ്ട് തന്നെ. തൃപ്തി എന്നത് മനസ്സിന്റെ നിലപാടുകൂടിയാണ്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ അത്രയ്ക്ക് സൗന്ദര്യമൊന്നുമില്ലാത്ത ജീവിത പങ്കാളിയെയും പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്ത മക്കളെയും ചേർത്ത് നിർത്തി ഒരുവൾ ഇതെന്റെ സ്വർഗമാണ് എന്ന് പറയുമ്പോൾ സൗഭാഗ്യങ്ങളെന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന പണവും പ്രശസ്തിയുമുള്ളവർ സ്വർഗം കൊതിക്കുന്ന കാഴ്ച ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇങ്ങനെ പറയാറുണ്ട്, എ സാറ്റിസ്ഫൈഡ് ലൈഫ് ഈസ് ബെറ്റർ ദാൻ എ സക്സസ്ഫുൾ ലൈഫ്. കാരണം വിജയം അളക്കുന്നത് മറ്റുള്ളവരാണ്. നമ്മുടെ സംതൃപ്തി നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും മാത്രമാണ് അളക്കാൻ സാധിക്കുക. ചെയ്തു തീർക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാകുക, പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടാകുക എന്നിവയൊക്കെയാണ് ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. കുറവുകളിൽ കണ്ണുടക്കാതെ ലഭിച്ച അനുഗ്രഹങ്ങളുടെ എണ്ണമെടുത്തവരാണ് സന്തുഷ്ടരായി ജീവിതം നയിച്ചവർ. നടൻ മമ്മൂട്ടി അഭിനയിച്ച പ്രശസ്തമായ സിനിമയാണ് പത്തേമാരി. അതിൽ അദ്ദേഹത്തിന്റെ പേര് നാരായണൻ എന്നാണ്. ജീവിതത്തിന് നല്ലൊരു ശതമാനവും നാരായണൻ ചെലവഴിച്ചത് ഗൾഫിലാണ്. അയാൾ കാരണമാണ് വീട്ടിലെ പട്ടിണി മാറിയത്, അച്ഛൻ്റെ കടങ്ങൾ വീട്ടിയത്, പെങ്ങന്മാരെ കെട്ടിച്ചത്, ഏട്ടനൊരു തൊഴിലുണ്ടായത്. എങ്കിലും അവരാരും നാരായണനെ സ്നേഹിച്ചിരുന്നില്ല. അയാളുടെ പണത്തെ മാത്രമാണ് സ്നേഹിച്ചത്. ദീർഘകാലം ഗൾഫിൽ ജോലി ചെയ്ത ആളെന്ന നിലയിൽ ഒരു TV ചാനൽ നാരായണനുമായി ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ചോദ്യകർത്താവ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നാരായണന് ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അതിനയാൾ കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ നാരായണനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണം. ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട്, ഈ ഏട്ടൻ്റെ അനിയനായിട്ട്, ഈ അനിയത്തിമാരുടെ ഏട്ടനായിട്ട്, ഈ നളിനിയുടെ ഭർത്താവായിട്ട്, എൻ്റെ മൊയ്തീൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടുകാരനായിട്ട് ഒരിക്കൽ കൂടി ജനിക്കണം. ഇത്രയേ ഉള്ളൂ. ഒന്നാലോചിച്ചാൽ ഇവരാരും നാരായണനൊരു പ്രത്യുപകാരവും ചെയ്യാത്തവരാണ്. ചുറ്റുമുള്ളതെല്ലാം അനുഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം സ്വന്തമാകുന്നതാണ് സംതൃപ്തിയുടെ താക്കോൽ. ഫാദർ ബിജോ പനച്ചിക്കൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.